Hello everyone, welcome back to Xylem Learning. Akshay sir ആണ്. സോ മക്കളെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന നമ്മുടെ ചാപ്റ്റർ നമ്മുടെ 9 CBSE ബയോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ സെല്ലുകളെ കുറിച്ചും സെല്ലിന്റെ അകത്തുള്ള ഓർഗനൽസ്, സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സെല്ലിന്റെ അകത്തുള്ള ഒരു ഓർഗനൽ, സെൽ ഓർഗനലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിലും നമുക്ക് ആനിമൽ സെല്ലിലും മൈറ്റോകോൺട്രിയ കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. സോ ആദ്യം മുതൽ അവസാനം വരെ മക്കൾ കൃത്യമായി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ മൈറ്റോകോൺട്രിയയിലേക്ക് വരുമ്പോൾ മൈറ്റോകോൺട്രിയയെ നമ്മൾ പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. അങ്ങനെ പറയാൻ കാരണം ഈ മൈറ്റോകോൺട്രിയയിലാണ് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്, എനർജി ജനറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ ആയതുകൊണ്ടാണ് അതിന് നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ, ഒരു സെല്ലിൻ്റെ പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ എനർജി ജനറേറ്റിംഗ് ഏരിയ ആണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ടു ജനറേറ്റ് എനർജി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എനർജി എന്ന് പറയുമ്പോൾ അത് എന്ത് എനർജിയാണ്, ഏത് ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ATP എന്ന ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ ATP എന്ന് പറയുന്ന ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് മൈറ്റോകോൺട്രിയയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ATP എന്ന രൂപത്തിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് കാണാം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP രൂപത്തിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും എനർജി റിക്വയർമെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ബോഡിക്ക് ഒരുപാട് എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. ഈവൻ നമ്മൾ സിംപ്ലി ഐഡിയലി വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. ആ എനർജി റിക്വയർമെൻറ്റിന് ATPയിൽ നിന്ന് എനർജി റിലീസ് ചെയ്യപ്പെടും. ATPയിൽ നിന്നാണ്, അല്ലെങ്കിൽ ATP സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ATP ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എനർജി നമുക്ക് ലഭ്യമാവുന്നത്. അതുകൊണ്ട് നമ്മൾ ATPയെ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ATPയെ നമ്മൾ എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് വിളിക്കാറുണ്ട്. സോ ATPയെ വിളിക്കുന്ന പേരാണ് മക്കളെ എനർജി കറൻസി ഓഫ് ദ സെൽ. മക്കളെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ATP എന്ന് പറയുന്നത് എനർജി കറൻസി ഓഫ് ദ സെല്ലാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഈ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. നമുക്ക് വളരെ വിശദമായി തന്നെ സ്ട്രക്ചറിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി ഇവിടെ പറയുന്നുണ്ട് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണെന്ന് പറയുന്നു. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും പുറമെ 2 മെംബ്രെയിൻ ഉണ്ട്, ഒരു മെംബ്രെയിൻ അല്ല 2 മെംബ്രെയിൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആ 2 മെംബ്രെയിനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ ഇന്നർ മെംബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നർ മെംബ്രെയിൻ നന്നായിട്ട് ഫോൾഡഡ് ആയിട്ട് ഉള്ളിലേക്ക് ഇൻവേർഡ് ഫോൾഡിങ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇന്നർ മെംബ്രെയിന് ഉള്ളിലേക്ക് നല്ല രീതിയിലൊരു ഫോൾഡിങ് ഇങ്ങനെ കാണാൻ സാധിക്കും. മൈറ്റോകോൺട്രിയക്ക് 2 ലെയർ ഉണ്ട്, 2 മെംബ്രെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. അതിൽ ഇന്നർ മെംബ്രെയിന് ഫോൾഡിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ഇന്നർ മെംബ്രെയിൻ നല്ല രീതിയിൽ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി ഫോൾഡിങ്സ് രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ 2 മെംബ്രെയിൻ, ഇത് ഔട്ടർ മെംബ്രെയിൻ. അകത്തുള്ളത് ഇന്നർ മെംബ്രെയിൻ. റെഡി അല്ലേ? ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ്. ഡീപ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, മടക്കുകൾ, ഫോൾഡുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ദ സ്പേസ് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഈസ് കോൾഡ് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. അപ്പോൾ മക്കളെ നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും
ഇടയിലുള്ള സ്പേസ്, അതായത് ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്ന റീജിയൻ കണ്ടോ നിങ്ങൾ? യെല്ലോ കളർ കൊണ്ട് ഞാനിവിടെ കൊടുക്കുന്ന റീജിയൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെല്ലോ കളറോട് ഞാൻ ഇവിടെ കൊടുക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ, അല്ലെ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് ഞാൻ ഈ യെല്ലോ കളർ കൊണ്ട് കൊടുക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ കൊടുക്കുന്നത്. ഓക്കെ, ദിസ് റീജിയൻ ഈ സ്പേസ് ബിറ്റ്വീൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള ഈ സ്പേസ് അല്ലെങ്കിൽ ഈ റീജിയനെ വിളിക്കുന്ന പേര് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്, പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ് എന്ന് വിളിക്കാം. പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ് നമുക്ക് വിളിക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, സ്പേസ് എൻക്ലോസ്ഡ് ബൈ ദി ഇന്നർ മെംബ്രെയിൻ ഈസ് കോൾഡ് മാട്രിക്സ് ഓഫ് ദി മൈറ്റോകോൺട്രിയ. അപ്പോൾ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, അപ്പോൾ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഞാനത് വേറെ കളർ കൊണ്ട് കാണിക്കാം. ദാ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ് മക്കളെ, ദാ ഈ കാണുന്ന സ്പേസ് ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ് കേട്ടോ. സ്പേസ് ഇൻസൈഡ് ദി ഇന്നർ മെംബ്രെയിൻ ആണ് ഞാനിപ്പോൾ ഇവിടെ ഗ്രീനിഷ് കളറിൽ കൊടുക്കുന്ന റീജിയൻ. സ്പേസ് ബിറ്റ്വീൻ ഇന്നർ മെംബ്രെയിൻ, സ്പേസ് ബിറ്റ്വീൻ എന്താണ് കുട്ടികളെ? ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ്റെ ആ ഡീപ്ലി ഫോൾഡഡ് ആയിട്ടുള്ള ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഏരിയാസ്, ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന റീജിയൻ ആണ് മക്കളെ മാട്രിക്സ് ഓഫ് ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സ് എന്നാണ് അറിയപ്പെടുക. മാട്രിക്സ് ഓഫ് ദി മൈറ്റോകോൺട്രിയ, മാട്രിക്സ് ഓഫ് ദി മൈറ്റോകോൺട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്പേസ് ഇൻസൈഡ് ദി ഇന്നർ മെംബ്രെയിൻ. ഇനി അടുത്ത് എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഔട്ടർ മെംബ്രെയിൻ്റെ പ്രത്യേകത പറയുന്നു സ്മൂത്തും പെർമിയബിളുമാണ്. ഔട്ടർ മെംബ്രെയിൻ സ്മൂത്ത് ആൻഡ് പെർമിയബിൾ, വസ്തുക്കളെ കടത്തിവിടും, സ്മൂത്ത് ആൻഡ് പെർമിയബിൾ ആണ്. ഇന്നർ മെംബ്രെയിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇൻവാർഡ് ഫോൾഡിങ്സ് ഉണ്ട്. ഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റേ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇന്നർ മെംബ്രെയിന് ഉള്ളിലേക്ക് ഒരുപാട് മടക്കുകൾ, ഇതുപോലെ മടക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മടക്കുകളെ വിളിക്കുന്ന പേര് മക്കളെ ശ്രദ്ധിച്ചോ, ഈ മടക്കുകളെ വിളിക്കുന്ന പേര്, ഇന്നർ മെംബ്രെയിൻ്റെ ഈ മടക്കുകളെ വിളിക്കുന്ന പേര് ക്രിസ്റ്റേ എന്നാണ്. ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നു. മടക്കുകളെ വിളിക്കുന്ന പേരെന്താണ്? ക്രിസ്റ്റേ. അപ്പോൾ നമുക്ക് ഇവിടെ മടക്കുണ്ട്, ഇവിടെ മടക്കുണ്ട്, ഇതൊക്കെ മടക്കുകളാണ്. ആ മടക്കുകളെ വിളിക്കുന്ന പേര് ക്രിസ്റ്റേ എന്നാണ്. ആ മടക്കുകൾ അവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, മടക്കുകളായതിനാൽ ആക്ച്വലി ഇവിടെ സർഫസ് ഏരിയ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. സർഫസ് ഏരിയ കൂടുന്നു. ധാരാളം മടക്കുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സർഫസ് ഏരിയ കൂടും. നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ എനർജി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതൽ ആണ് എന്ന് പറയുമ്പോൾ മക്കളെ എനർജി പ്രൊഡക്ഷൻ കൂടും. എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് റെസ്പിറേഷൻ എന്നാണ്. എനർജി പ്രൊഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന പ്രോസസ്സ് റെസ്പിറേഷൻ ആണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റെസ്പിറേഷൻ്റെ റേറ്റ് കൂടും. റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി പ്രൊഡക്ഷൻ കൂടും. എനർജി പ്രൊഡക്ഷൻ കൂടും മക്കളെ. അതാണ് കേട്ടോ ഈ ക്രിസ്റ്റേ അഥവാ നമ്മളെ ഇന്നർ മെംബ്രെയിൻ ഡീപ്ലി ഫോൾഡഡ് ആവുമ്പോൾ സർഫസ് ഏരിയ ഫോർ റെസ്പിറേഷൻ കൂടുന്നു, എനർജി പ്രൊഡക്ഷൻ കൂടുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റാണ്. ദ ഇൻവേർഡ് ഫോൾഡിംഗ് ഓഫ് ഇന്നർ മെംബ്രെയിൻ പ്രൊവൈഡ് ലാർജ് സർഫസ് ഏരിയ ഫോർ റെസ്പിറേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനർജി റിലീസിങ് പ്രോസസ്സാണ്. എനർജി റിലീസിങ് പ്രോസസ്സാണ് മക്കളെ റെസ്പിറേഷൻ. എനർജി റിലീസിങ് പ്രോസസ്സ്, എനർജി റിലീസിങ് പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ, സെല്ലിലാണ് സംഭവിക്കുക, മൈറ്റോകോൺട്രിയയിലാണ് സംഭവിക്കുക. ഇനി മൈറ്റോകോൺട്രിയയുടെ മറ്റൊരു പ്രത്യേകത, മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായി DNA ഉണ്ട് എന്നുള്ളതാണ്. സ്വന്തമായി DNA ഉണ്ട് എന്നുള്ളതാണ്. മൈറ്റോകോൺട്രിയൽ DNA, സ്വന്തമായി DNA ഉണ്ട്, റൈബോസോംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വന്തമായി പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൈറ്റോകോൺട്രിയ സെമി ഓട്ടോണോമസ് എന്ന് നമുക്ക് പറയാറുണ്ട്. മൈറ്റോകോൺട്രിയ ക്യാൻ റെപ്ലിക്കേറ്റ്, അതിൻ്റെ തന്നെ കോപ്പികൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിന് സ്വന്തമായി ഒരു DNA ഉണ്ട്, മൈറ്റോകോൺട്രിയൽ DNA. അത് മൈറ്റോകോൺട്രിയൽ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അതിൽ കോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈബോസോമും ഉണ്ട്, സോ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അത്ഭുതമില്ല. സോ സ്വന്തമായി മൈറ്റോകോൺട്രിയക്ക് DNA, റൈബോസോം ഉണ്ട്, പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമി ഓട്ടോണോമസ് ആണ്. സെമി ഓട്ടോണോമസ് എന്ന പേരിലാണ് നമ്മളിത് പറയാം. സെമി ഓട്ടോണോമസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സെമി ഓട്ടോണോമസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നെയിം അനദർ സെൽ ഓർഗനൽ വിച്ച് ഇസ് സെമി ഓട്ടോണോമസ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക. നെയിം
another cell organelle which is semi autonomous other than mitochondria. മൈറ്റോകോൺട്രിയ കൂടാതെ കേട്ടോ, മൈറ്റോകോൺട്രിയ തന്നെ എഴുതി വെക്കണ്ട, അതർ ദാൻ മൈറ്റോകോൺട്രിയ. ഓക്കെ, leave your comments below. Leave your ഓക്കെ. മൈറ്റോകോൺട്രിയയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് ഡീപ്ലി ഫോൾഡഡ്. ആ ഫോൾഡഡ് സ്ട്രക്ചറിനെ നമ്മൾ ക്രിസ്റ്റേ എന്ന് വിളിച്ചു. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫോൾഡ്? ഓക്കെ, ഫോൾഡ് കൂടുമ്പോൾ, അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കണക്ഷൻ ഇതേ ഉള്ളൂ. ഫോൾഡുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ റെസ്പിറേഷൻ റേറ്റ് കൂടും. റെസ്പിറേഷൻ റേറ്റ് കൂടുമ്പോൾ എന്ത് കൂടും? എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ATP സിന്തസിസ് കൂടും. എനർജി പ്രൊഡക്ഷൻ കൂടും. എനർജി പ്രൊഡക്ഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ATP സിന്തസിസ് എന്ന് പറയാം. ATP സിന്തസിസ് കൂടും അല്ലേ? അപ്പോൾ എനർജി പ്രൊഡക്ഷൻ കൂടും. അതിനാണ് ഇന്നർ മെംബ്രെയിൻ ഡീപ്ലി ഫോൾഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഫോംസ് ഫോൾഡിങ്സ് കോൾഡ് ക്രിസ്റ്റേ. This increase the surface area of inner membrane and help in process of ATP synthesis. ATP synthesis more efficiently. നല്ല കാര്യക്ഷമമായി ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.